ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് അറിയിപ്പിൻ്റെ ശനിയാഴ്ച. നമ്മുടെ കർത്താവ് തടവിൽ കിടന്ന, കല്ലറയ്ക്കുള്ളിൽ ഉറങ്ങിക്കിടന്ന, പ്രതീക്ഷയറ്റ, വെളിച്ചമില്ലാത്ത ആത്മാക്കളുടെ അടുക്കൽ ചെന്ന് സുവിശേഷത്തിൻ്റെ വെളിച്ചം പകർന്നു കൊടുത്ത് അവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ വേണ്ടി സ്നേഹം കാണിച്ച ദിനം. യഹൂദന്മാരും പരീശന്മാരും സപ്രയന്മാരും അവനെ കുരിശിച്ച് അരിമത്യക്കാരൻ ജോസഫും നിക്കോദീമോസും അവൻ്റെ ശരീരം പീലാത്തോസിൻ്റെ അനുമതിയോടുകൂടി ചോദിച്ചു വാങ്ങി കല്ലറയ്ക്കുള്ളിൽ വയ്ക്കുകയും, എന്നാൽ കല്ലറയ്ക്കുള്ളിൽ വെച്ചതായിരിക്കുന്ന അവൻ സജീവനാണെന്ന് കാണിക്കുന്നതായ രീതിയിൽ തടവിലുള്ള ആത്മാക്കളോട് അറിയിപ്പ്, സുവിശേഷത്തിൻ്റെ അറിയിപ്പ് അറിയിച്ച് അവരെ വീണ്ടെടുക്കുകയും ചെയ്ത ഒരു ദിനം. യഥാർത്ഥത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നവരാണ് ആത്മാക്കളെല്ലാം തന്നെ. അവർക്ക് ഇനി മുൻപോട്ട് സ്വർഗരാജ്യത്തിൻ്റെ ഒരു വെളിച്ചമില്ല. പക്ഷെ കർത്താവ് പഠിപ്പിക്കുന്നൊരു കാര്യം, അവർക്ക് സുവിശേഷത്തിൻ്റെ വെളിച്ചം നൽകിയാൽ അവർക്ക് വലിയ പ്രതീക്ഷകൾ ലഭ്യമാകും, തിരികെ വരുവാനായിട്ട് സാധ്യമായി തീരും. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് അവൻ പ്രസംഗിച്ചു. നമ്മുടെ ആരാധനാ ഭാഷയിൽ വാങ്ങിപ്പോയവരെ ഓർക്കുന്നത് ഇപ്രകാരമാണ്: സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയി എന്ന്. എന്നാൽ ചില വേളകളിൽ സ്നേഹരാഹിത്യം മൂലം, വിശ്വാസരാഹിത്യം മൂലം ദൈവത്തിൽ നിന്നകന്ന് മരിച്ചുപോയവർ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെയുള്ളവരുടെ അടുക്കിലേക്ക് കർത്താവ് സുവിശേഷവുമായിട്ട് എത്തിച്ചേരണം. അതിനെ നമ്മൾ ഓർക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. അവരിലേക്ക് സുവിശേഷത്തിൻ്റെ വെളിച്ചം നൽകുമ്പോൾ തടവിലുള്ള ആത്മാക്കളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴും. വലിയ പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെ അവരുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകും. നമ്മുടെ കർത്താവിനെ കല്ലറയുടെ അന്ധകാരത്തിലേക്ക് എടുത്തു വെച്ചപ്പോഴും അവൻ മറ്റുള്ളവരിലേക്ക് അറിയിക്കാൻ ശ്രമിച്ചതും സുവിശേഷം തന്നെയാണ്. ആ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിലാണ് തടവിലുള്ള എല്ലാ ആത്മാക്കളും ഉദ്ധാനം ചെയ്ത് അവൻ്റെ ഉദ്ധാനത്തിൽ അവനോട് കൂടെ ആയിത്തീരുന്നത്. അതുകൊണ്ടാണ് ഈ ദിവസത്തിന് അറിയിപ്പിൻ്റെ ശനി എന്നുള്ളതാണ് നമ്മൾ പേര് വിളിക്കുന്നത്. സുവിശേഷത്തെ അറിയിച്ചതായ ദിനം. നമ്മുടെ വാങ്ങിപ്പോയവർ അവരെല്ലാവരും സജീവരാണ്. കർത്താവിനെക്കുറിച്ച് തന്നെ ഉദ്ധാനത്തിൻ്റെ ദിവസത്തിൽ ഇങ്ങനെയാണല്ലോ ഓർമ്മിപ്പിക്കുന്നത്: മരിച്ചവരെക്കാൾ സജീവനാണവൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ വാങ്ങിപ്പോയ എല്ലാവർക്കും സുവിശേഷത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഈ അറിയിപ്പിൻ്റെ ശനിയാഴ്ച നമ്മൾ ഓർക്കുന്ന നമ്മുടെ എല്ലാ വാങ്ങിപ്പോയവരുടെയും അടുക്കിലേക്ക് അവരെവിടെയാണോ, ഒരുപക്ഷെ അവർ തടവിലാണോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം അവരുടെ ഐഹിക ജീവിതകാലത്ത് വന്നുപോയതായിരിക്കുന്ന കുറവുകൾ അവരെ എവിടെയാണോ എത്തിച്ചിരിക്കുന്നത് അവിടേക്ക് കർത്താവ് സുവിശേഷത്തിൻ്റെ അറിയിപ്പ് അറിയിക്കട്ടെ. അവർക്ക് വലിയ പ്രത്യാശയും പ്രതീക്ഷയും വെളിച്ചവുമൊക്കെ ലഭ്യമായി തീരട്ടെ. അതുകൊണ്ട് ഇതൊരു സങ്കടത്തിൻ്റെ ദിനമല്ല, ഇത് പ്രതീക്ഷകൾ അറ്റുപോയി എന്നുള്ളതിൻ്റെ ഒരു ദിനമല്ല, മറിച്ച് ഇനിയും പ്രതീക്ഷയുണ്ട് എന്നുള്ളതായ ഒരു കച്ചിത്തുരുമ്പിൻ്റെ ദിനമാണിത്. നമ്മുടെ കർത്താവ് ജീവനുള്ളവരോട് മാത്രമല്ല മരിച്ചവരോടും സുവിശേഷം അറിയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ ജീവനുള്ളവരോടും മരിച്ചുപോയവരോടും ദയവിടാത്തവനാണ് ദൈവമെന്ന് ഓർത്തെടുക്കുന്നത്. നമ്മുടെ എല്ലാം വാങ്ങിപ്പോയവരുടെ അടുക്കിലേക്ക് സുവിശേഷത്തെ ഈ ദിനം അവർ പകർന്നു നൽകട്ടെ. അതിനുവേണ്ടി നമ്മുടെ എല്ലാം മരിച്ചുപോയവരെ നമുക്ക് ഓർക്കാം. ഈ അറിയിപ്പിൻ്റെ ദിനത്തിൽ അവർക്ക് കൃപകളും അനുഗ്രഹങ്ങളും ലഭ്യമായി, പൂർണ്ണ വിമോചനം ലഭ്യമായി അവരാനന്ദിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. കർത്താവിൻ്റെ സുവിശേഷം അവരിലേക്ക് എത്തുവാൻ അവർക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.